നിൽക്കുന്ന ഒരാളാണ്. ഈ ഇൻഡസ്ട്രിയിൽ ഈ ജോലിയിൽ എനിക്ക് വർക്ക് ചെയ്ത് നിലനിൽക്കുന്നത് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അതിനുള്ള ശ്രമം ഞാൻ ഇടുമെന്നേ ഉള്ളൂ. എന്തെങ്കിലും ആക്ടിംഗ് ക്ലാസ്സുകളോ കാര്യങ്ങളോ ചെയ്യുന്നത്? JSK പിന്നെ ഒരു 20 ഡേയ്സിൽ ഒരു വർക്ക്ഷോപ്പ് ചെയ്ത്, അല്ലാതെ ഞാൻ അഭിനയം പഠിച്ചിട്ടൊന്നുമില്ല. അഭിനയം അങ്ങനെ പഠിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ ഇതിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. അത് എന്നാൽ എത്രയൊക്കെ പഠിച്ചാലും നിന്ന് വർക്ക് ചെയ്തതിൽ വളരുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ വളർച്ച വരുന്ന പോലെ ഒന്നിനും കിട്ടത്തില്ല. അല്ല, അച്ഛൻ പ്രിവ്യൂ കണ്ടിട്ടില്ല. സിനിമ ഇനി തിരക്കൊഴിയുന്ന സമയത്ത് ഞാൻ ചെയ്യാം. സിനിമ കാണുക. ലൈക്ക് ഐ സെഡ്, ഈ സിനിമയെ പറ്റി തന്നെ നെക്സ്റ്റ് ഒരു 1 വീക്കിൽ പല അപ്ഡേറ്റ്സും തരുന്നതായിരിക്കും. സം തിങ്സ് യു മൈറ്റ് ഹവ് എക്സ്പെക്റ്റഡ്, സം തിങ്സ് യു മൈറ്റ് നോട്ട് ഹവ് എക്സ്പെക്റ്റഡ്. പക്ഷേ ഈ ഇരിക്കുന്ന വേർഷൻ സിനിമയായിട്ട് പോയി കാണുക. ഐ ക്യാൻ ഗ്യാരണ്ടി യു വോണ്ട് ഗെറ്റ് ബോർഡ്. നിങ്ങൾ നിങ്ങളുടെ കാശ് ചിലവാക്കി പോയത് എന്തിനായിരുന്നു എന്നുള്ളൊരു തോട്ട് ഇതിൽ എന്തായാലും വരത്തില്ല. കാര്യം എൻ്റെ സ്വന്തം ഒരു സിനിമയ്ക്ക് എനിക്കത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഒരു പ്രേക്ഷകൻ അങ്ങനെ ഒരു തോട്ട് വരുന്നതിൽ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ദെയർസ് എൻ ഇഷ്യൂ വിത്ത് ദാറ്റ്. ബട്ട് ഫോർ ദിസ് വൺ, ദിസ് വിൽ ബി വർത്ത് യുവർ ടൈം. അതിപ്പോ ആരായാലും ചേട്ടാ, ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ രണ്ടാമത്തെ സിനിമയിൽ നിന്ന് മൂന്നാമത്തെ സിനിമയുടെ ടൈം പോകുന്നത്. അങ്ങനെ സിനിമ കൂടുന്തോറും വർക്ക് കൂടുന്തോറും ഞാനായിട്ടല്ല, ആരായാലും അങ്ങനെ ആവത്തുള്ളൂ. അങ്ങനെ എല്ലാവർക്കും അവസരം കിട്ടണം. അതേപോലെ എനിക്കും അവസരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നേ ഉള്ളൂ. നത്തിങ് എൽസ്. അപ്പോൾ അഭിനയം കൊണ്ട് മാത്രമല്ല, അഭിനയത്തിനെ പറയാൻ ഒരുപാടുണ്ട്. എൻ്റെ സ്വന്തം അഭിനയത്തിനെ എനിക്ക് കുറ്റപ്പെടുത്താൻ ഒരുപാടുണ്ട്. അത് ഒരുപാട് ഉണ്ടായിട്ടും ഒരുപാട് ആൾക്കാർ അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളാണ്, പൊളിറ്റിക്സും അങ്ങനത്തെ റിലേറ്റഡായ കാര്യങ്ങളിൽ കുറ്റം പറയുമ്പോൾ എൻ്റെ അഭിനയത്തിനെ കുറച്ചുകൂടെ കുറ്റം പറയാം. ഐ വോണ്ട് ലേൺ ഗെറ്റ് ബെറ്റർ. എനിക്ക് ഭേദമാവാനുള്ളതാണ്. എനിക്കാവണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് വേണമെന്ന് അങ്ങോട്ട് ചോദിച്ചിട്ടുള്ള ഒരാളാണ്. ആ ഹെൽപ്പ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പേഴ്സണൽ അറ്റാക്സ് നടത്തുക ഇതിലൂടെ കിട്ടട്ടെ, അത്രേ ഉള്ളൂ. പിന്നെ അത് ഒരു ഡേവിഡ് ടോണിനെ നിങ്ങൾക്ക് കിട്ടി, ഒരു പുതിയൊരു ആക്ടറിന്റെ മലയാളത്തിന് കിട്ടിയിരിക്കുകയാണ്. അത് എനിക്ക് അതിനെപ്പറ്റി ഊഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അത് വന്നേക്കാം, വരാതിരിക്കാം. നമ്മളൊരിക്കലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ വരുമെന്ന് നമുക്കൊരു ഹോപ്പ്, നമ്മുടെ ഹോപ്പ് എന്തോ പോസിറ്റീവായിട്ട് ആൾക്കാർ എടുക്കുമെന്നല്ലേ. അങ്ങനെ ഒരു പോസിറ്റീവ് എൻവയൺമെന്റ് ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷ അല്ലാതെ വേറൊന്നും ഇല്ല. പ്രേക്ഷകർ സിനിമ കാണട്ടെ, കണ്ട് അതേപോലെ ആത്മാർത്ഥമായ അഭിപ്രായം അറിയിക്കട്ടെ. ജസ്റ്റ് ഈ സിനിമ കാണാൻ വരുമ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റും എല്ലാം കൂടെ ചേർത്ത് പറയുന്നത് ഇത് എൻ്റെ ഒരു സിനിമയായിട്ട് കാണാൻ വരുന്നത്, ഇത് ഡയറക്ടറിൻ്റെ സിനിമയായിട്ടാണ് കാണാൻ വരും. എന്നിട്ട് അതിൽ എന്നെ വിലയിരുത്താനും ആരെയും വേണമെങ്കിലും വിലയിരുത്തിക്കുക. പിന്നെ ആക്ഷൻ പ്രതീക്ഷിക്കുക. ആക്ഷൻ ത്രില്ലറാണ്. ആക്ഷൻ അതിലെന്താണ് വരുന്നത്? pretty much. ഈ വയലൻസിലുള്ള പടമാണ്. പിന്നെ കാണാനുള്ളവരോടൊക്കെ എന്താ പറയുക? അങ്ങനെയൊന്നുമില്ല ചേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡയറക്ടറിന് എന്നെ കണ്ട് എന്തെങ്കിലും തോന്നി അതേപോലത്തെ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഏതൊരു ക്യാരക്ടറും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനുള്ള ഒരു എക്സ്പീരിയൻസും എനിക്ക് വേണം. അത് സിനിമകൾ ചെയ്താലേ വരത്തുള്ളൂ. അതല്ലാതെ ഡയറക്ടേഴ്സിനും കൂടെ ഞാൻ മാത്രമല്ലല്ലോ തീരുമാനിക്കുന്നത്. ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഇതേപോലെ. ഇന്നെനിക്ക് സുജിത്തേട്ടനും അനിലേട്ടനും സാമിലേട്ടനും സിനിമ ഇറങ്ങുന്ന സമയത്ത് ഗോപാലൻ സാറാണെങ്കിലും കൃഷ്ണമൂർത്തി ചേട്ടനാണെങ്കിലും ഡ്രീം ബിഗ് സുജിത്തേട്ടനാണെങ്കിലും ഇവരെല്ലാവരും എനിക്ക് തന്ന അവസരം പോലെ ഒരു അവസരം കൂടി ഇനി അടുത്ത് കിട്ടുമ്പോഴേ എനിക്ക് അടുത്തൊരു ഗ്രോത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി ആവത്തുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത സിനിമ വരാൻ പോകുന്നുണ്ടോ? ഞാനത് നെക്സ്റ്റ് ഈ സിനിമയുടെ റിലേറ്റഡ് ആയിട്ടൊരു കാര്യമുണ്ട്. ഞാൻ ഒരു 1 വീക്കിനുള്ളിൽ എല്ലാം പ്രേക്ഷകരെ അറിയിക്കുന്നതായിരിക്കും. എക്സൈറ്റഡ്. സുരേഷ് ചേട്ടൻ ഒരു കാലത്ത് ചെയ്തിരുന്ന പോലെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളാണോ മാധവും ഫോക്കസ് ചെയ്യാൻ? അതന്നെ ചേട്ടനെ പറ്റി ചോദിച്ചാൽ അത് തന്നെ. അങ്ങനെ ഒരു കാര്യത്തിലല്ല. ഇപ്പോൾ ചെയ്താൽ കൊള്ളാവുന്നുണ്ട് പല പല ടൈപ്പ് റോൾസ്. പക്ഷെ അതിലും ഞാൻ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ വളരണ്ടേ. അതായത് ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് എത്തുമ്പോഴല്ലേ നിങ്ങൾ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെടുത്തുള്ളൂ. എല്ലാ സിനിമകളും ഇപ്പോൾ ഒരു ആക്ഷൻ സിനിമയിൽ എൻ്റെ ബോഡി ലാംഗ്വേജ് ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എൻ്റെ അഭിനയത്തിനെക്കാട്ടിലും അഭിനയം ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, പക്ഷേ അതിനെക്കാട്ടിലും ബോഡി ലാംഗ്വേജും മൂവ്മെൻറ്റ് സ്റ്റൺസ് ഒക്കെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു സിനിമയിൽ ഐ ഡോണ്ട് ഹാവ് ടു ബി ദ പെർഫെക്റ്റ് ആക്ടർ, നീദർ വിൽ ഐ എവർ ബി എ പെർഫെക്റ്റ് ആക്ടർ. പക്ഷേ ഒരു ബെറ്റർ ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റോൾ ചെയ്യാൻ അഭിനയിക്കാൻ കുറച്ചും കൂടെ അറിയണം. അത് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. എനിക്ക് ആ പഠിക്കാനുള്ള സമയത്തിനും സ്പേസിനും വേണ്ടി മാത്രമേ ഞാൻ ആരുടെ ചോദിച്ചിട്ടുള്ളൂ. തരാൻ പറ്റുമെങ്കിൽ തരുക. ഇല്ല, ചേട്ടൻ വൈകുന്നേരം കാണും. അല്ല, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്തോന്നുണ്ട്. ഇതിൻ്റെ പുറകെ ആയതുകൊണ്ട് എനിക്ക് ആക്ച്വലി വീട്ടുകാരായിട്ട് പോലും നേരെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയില്ല. പല സിനിമയുടെ നിലവിലുള്ള അപ്ഡേഷൻ പല സിനിമയുടെ നിലവിലുള്ള അപ്ഡേഷൻ അത് ചേട്ടനോടല്ലേ ചോദിക്കുന്നത്? പല സിനിമയുടെ ഭാഗമാണ്. സുരേഷ് ഗോപി ആളെ മാറിപ്പോയി. ചേട്ടനോടല്ലേ ചോദിക്കുന്നത്? ചേട്ടൻ മലയുടെ ലീഡാണ്. സോ ഐ തിങ്ക് he's the right person to answer questions regarding Vala. So
ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഭാഗമാണോ നിലവിലത്തെ മാധവൻ അല്ല നിലവിൽ പാലക്കാട് ഷൂട്ടൊക്കെ ചേട്ടൻ്റെ പോർഷൻസ് ആയിരുന്നു. മാധവ് ജോയിൻ ചെയ്തിട്ടില്ല നിലവിൽ. ഏതാ മാധവ് ജോയിൻ ചെയ്തിട്ടില്ല നിലവിൽ. ഷൂട്ടിലുള്ള അങ്കോട്ടാസ്